കേരള PSC റീസെൻ്റ്ലി നടത്തിയിട്ടുള്ള UP സ്കൂൾ ടീച്ചറുമായി ബന്ധപ്പെട്ട GK ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. താഴെ പറയുന്നവരിൽ 1930 മലബാറിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധമില്ലാത്തവർ ആരാണ്? ആൻസർ TK മാധവൻ ആൻഡ് ഇക്കണ്ട വാര്യർ. 1930 മലബാറിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്, K കേളപ്പൻ, മൊയ്യാരത്ത് ശങ്കരൻ, P കൃഷ്ണപിള്ള, RV ശർമ്മ, E മൊയ്തു മൗലവി. സർദാർ KM പണിക്കർ കേരള സിംഹം എന്ന ചരിത്ര നോവലിൽ കേന്ദ്ര കഥാപാത്രമായിരിക്കുന്നത് ആരെയാണ്? പഴശ്ശിരാജ. സർദാർ KM പണിക്കർ കേരള സിംഹം എന്ന ചരിത്ര നോവലിൽ കേന്ദ്ര കഥാപാത്രം ആക്കിയിരിക്കുന്നത് പഴശ്ശിരാജയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ 4 സമ്മേളനങ്ങൾ കാലഗണന ക്രമത്തിൽ നൽകിയിരിക്കുന്നു. ശരിയായത് കണ്ടെത്തുക. ബോംബെ, കൽക്കട്ട, മദ്രാസ് ആൻഡ് അലഹബാദ്. ബോംബെ, കൽക്കട്ട, മദ്രാസ് ആൻഡ് അലഹബാദ്. 1931 മാർച്ച് 23 ഭഗത് സിംഗിനോടൊപ്പം ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ വിപ്ലവകാരികൾ ഏതാണ്? രാജ്ഗുരു ആൻഡ് സുഖദേവ്. താഴെ പറയുന്നവരിൽ ആരാണ് 1936 തൃശൂരിൽ നടന്ന ഇലക്ട്രിസിറ്റി സമരത്തിന് നേതൃത്വം നൽകിയത്? ഈ ഇക്കണ്ട വാര്യർ. ഇലക്ട്രിസിറ്റി സമരം ഈ ഇക്കണ്ട വാര്യർ. ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജിക്ക് ബ്രിട്ടീഷുകാർ 6 വർഷത്തെ ജയിൽ ശിക്ഷ വിധിച്ചത്? നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട്. താഴെ പറയുന്ന സംഘടനകളിൽ പാലിയം സത്യാഗ്രഹ സമരവുമായി ബന്ധമില്ലാത്തത് ഏതാണ്? തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ്. അപ്പോൾ പാലിയം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൊച്ചി രാജ്യപ്രജാ മണ്ഡലം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി, SNDP. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട വിക്ഷേപിച്ച വർഷം ഏപ്രിൽ 19, 1975. ആര്യഭട്ട 1975 ഏപ്രിൽ 19. തെറ്റായിട്ടുള്ളത് ഏതാണ്? ആത്മാനുതാപം വാഗ്ഭടാനന്ദൻ. അപ്പൊ ശരിയായിട്ടുള്ളത് ദർശനമാല ബൈ ശ്രീനാരായണ ഗുരു, പ്രാചീന മലയാളം ബൈ ചട്ടമ്പി സ്വാമികൾ, കണ്ണീരും കിനാവും ബൈ VT ഭട്ടതിരിപ്പാട്. 1924 ഹാരപ്പൻ സംസ്കാരത്തിന്റെ കണ്ടെത്തൽ പ്രഖ്യാപിച്ച ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ജോൺ മാർഷൽ. 1924 ഹാരപ്പൻ സംസ്കാരത്തിന്റെ കണ്ടെത്തൽ ജോൺ മാർഷൽ. സസ്യശാസ്ത്രം, ജൈവ വർഗീകരണ ശാസ്ത്രം എന്നീ മേഖലകളിൽ മികച്ച സംഭാവനകൾ നൽകി ഈ അടുത്ത കാലത്ത് അന്തരിച്ച സസ്യശാസ്ത്രജ്ഞനാണ് ഡോക്ടർ KS മണിലാൽ. KS മണിലാൽ. ഇന്ത്യയിലെ ആദ്യത്തെ കൃത്രിമ ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂണിവേഴ്സിറ്റി സ്ഥാപിക്കപ്പെട്ടത് ഏത് സംസ്ഥാനത്തിലാണ്? മഹാരാഷ്ട്ര. അത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂണിവേഴ്സിറ്റി മഹാരാഷ്ട്രയിലാണ്. താഴെ പറയുന്നവയിൽ അജ്മീറിനടുത്ത്
ആരവല്ലി പർവ്വതനിരയിൽ നിന്നും ഉത്ഭവിക്കുന്ന ലൂണി നദിയുടെ പോഷക നദികളിൽ പെടാത്തതേത്? ബേത്വ. അപ്പൊ താഴെ പറയുന്നവയിൽ അജ്മീറിനടുത്ത് ആരവല്ലി പർവ്വതനിരയിൽ നിന്നും ഉത്ഭവിക്കുന്ന ലൂണി നദിയുടെ പോഷക നദികളാണ് ലിൻഡ്രി, സുക്രി, ജവായി. ലിൻഡ്രി, സുക്രി, ജവായി. സമുദ്രതീരങ്ങളിലെ പാറക്കെട്ടുകളിൽ തുടർച്ചയായി തിരമാല അടിക്കുമ്പോൾ തിരശീലകൾ അപരദനത്തിലൂടെ നീക്കം ചെയ്യപ്പെടുന്നതിന്റെ ഫലമായി രൂപപ്പെടുന്ന ചെങ്കുത്തായ കരഭാഗം അറിയപ്പെടുന്നത് ക്ലിഫ്. താഴെ പറയുന്നവയിൽ പീറ്റ് മണ്ണ് കാണപ്പെടുന്ന പ്രദേശം ഏതാണ്? പീറ്റ് മണ്ണ് ഗുജറാത്തിന്റെ തീരപ്രദേശം. ഗ്രാമസ്വരാജിനെ സ്വയംഭരണ ഗവൺമെന്റ് എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജി. അധികാര വികേന്ദ്രീകരണം ശക്തിപ്പെടുത്തുന്നതിനായി 1957 രൂപീകരിക്കപ്പെട്ട കമ്മിറ്റി ഏതാണ്? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. 2024 ഡിസംബർ 11 മുതൽ റിസർവ് ബാങ്കിന്റെ ഗവർണറായി ചുമതലയേറ്റത് ആരാണ്? സഞ്ജയ് മൽഹോത്ര. ഇന്ത്യയുടെ 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? DY ചന്ദ്രചൂഡ്. ഒരു മാധ്യമത്തിന്റെ മർദ്ദം കൂടുമ്പോൾ അതിലൂടെ സഞ്ചരിക്കുന്ന ശബ്ദത്തിന്റെ പ്രവേഗം എന്ത് സംഭവിക്കുന്നു? മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. ഒരു മാധ്യമത്തിന്റെ മർദ്ദം കൂടുമ്പോൾ അതിലൂടെ സഞ്ചരിക്കുന്ന ശബ്ദത്തിന്റെ പ്രവേഗത്തിന് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല. താഴെ തന്നിട്ടുള്ളവയിൽ പ്രകാശ തീവ്രതയുടെ SI യൂണിറ്റ് ഏതാണ്? കാൻഡില. ഇത്രയുമാണ് PSC നടത്തിയ എക്സാമിന്റെ GK ആൻഡ് കറന്റ് അഫയർ ക്വസ്റ്റ്യൻസ്.